ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഗൈഡൻസ് എടുക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ള ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഇന്നത്തെ ദിവസം കാർഡ്സ് നിങ്ങളോട് എന്താ പറയുന്നത്? 7 of Cups, 6 of Wands and 10 of Wands. Okay. 6 can hold ഉണ്ട്. ഓക്കെ, സി ആക്ച്വലി മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോൾ. ഓക്കെ, ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്. ആൻഡ് നിങ്ങൾ ഒരുപാട് ബേർഡൻ ആയിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് സോറി, ഞാൻ സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, നിങ്ങളുടെ മുമ്പിൽ കുറേ ചോയ്സസ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. സോ അതിൽ നിന്ന് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഏത് വഴിക്കാണ് ഞാൻ പോകേണ്ടത്, ഏത് കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന രീതിക്ക് ഒരു കൺഫ്യൂഷൻ കാണുന്നുണ്ട്. കുറച്ച് ചോയ്സസ് വന്നിട്ടുണ്ട്. ഒരു ലൈക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വേണം എന്നുള്ള ചോയ്സ് ആയിരിക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് വർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ വർക്കിൽ അത് ഇവിടെ ഒരു വർക്കിൻ്റെ കാണുന്നത്. ഓക്കെ, സോ മേ ബി നിങ്ങൾക്ക് ജോലി, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അതിൽ ഏത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഏത് കാര്യത്തിനെ ആദ്യം ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ചെയ്യണം എന്നൊരു തീരുമാനം, അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ആയിട്ട് പോവുക. വർക്ക് ചെയ്യാനുണ്ട്, പക്ഷേ നിങ്ങളുടെ മനസ്സ് വേറെ പല കാര്യത്തിലേക്കും ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ പറ്റുന്നില്ല, ഫോക്കസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല, മാറ്റി വെക്കുന്ന പോലെ, ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ മടിച്ച് മാറ്റി വെക്കുന്ന പോലെയുണ്ട്. അതിനൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യാൻ മടിക്കുന്നുണ്ടെങ്കിൽ അത് തുടങ്ങാൻ തന്നെ മടിക്കുക എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ചെയ്ത് അതിനെ മുന്നോട്ട് നീങ്ങാൻ തന്നെ ചിലപ്പോൾ അധികം നീങ്ങില്ല. എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുമ്പോൾ എവിടെയോ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് നിങ്ങൾക്കത് നല്ല രീതിക്ക് ചെയ്യണം എന്നുള്ളൊരു പ്രഷർ, ഓക്കെ, അങ്ങനെ ഒരു പ്രഷർ നിങ്ങളുടെ മേലെ എടുക്കുന്നുണ്ടാവാം. ഞാനത് ചെയ്യുമ്പോൾ അത് വളരെ ലൈക്ക് ബെസ്റ്റായിട്ട് തന്നെ ഞാൻ ചെയ്ത് തീർക്കണം എന്ന് ചിലവർക്ക് ഉണ്ടാവും. സോ ആ രീതിക്കുള്ള ചിന്തയായിരിക്കാം അത് നിങ്ങളുടെ മേലെ ഒരു പ്രഷറായിട്ട് മാറും. പക്ഷേ ആ പ്രഷറായിട്ട് മാറുമ്പോൾ അത് തിരിച്ച് നെഗറ്റീവായിട്ട് വരും ചെയ്യും. കാരണം അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ, നമ്മൾ അവനവനെ ഓക്കെ ആ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ നമുക്കൊരു മടി തോന്നും, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നും എന്ന രീതിയിൽ. കാരണം എവിടെയോ നിങ്ങളുടെ ഉള്ളിലൊരു പ്രഷറുണ്ട്, ഞാനിത് ചെയ്തിട്ട് കറക്റ്റാക്കി ചെയ്യണം, വളരെ നന്നായിട്ട് ചെയ്യണം എന്ന രീതിക്ക്. അത് തിരിച്ചാണ് ശരിക്കും നമ്മളെ ബാധിക്കാം. ഓക്കെ, അതായത് നമ്മൾ മനസ്സുകൊണ്ട് ഡൗൺ ആയി പോകുന്ന രീതിക്കായിരിക്കും. അതിന് മാത്രമല്ല, ഇവിടെ കൺഫ്യൂഷൻ കാണുന്നതിന് നിങ്ങൾ ഒരു കാര്യത്തിൽ ഫോക്കസ് കൊടുക്കുന്നതിന് പകരം നിങ്ങളുടെ മനസ്സ് പല ചിന്തകളിലേക്കും പോവാം. ഓക്കെ, അതും ഒരു തരത്തിൽ പ്രോക്രാസ്റ്റിനേഷൻ, അതായത് നമ്മൾ മാറ്റി വെക്കലാണ്. ചിലതിനെ നമ്മൾ മാറ്റി വെക്കുന്ന തരത്തിൽ തന്നെയാണ്. അത് മാത്രമല്ല, മേ ബി നിങ്ങൾ ചോയ്സ് എടുക്കാൻ എന്താണ് വേണ്ടത്, എന്ത് ചെയ്യണം എന്ന രീതിക്കും ഒരു കൺഫ്യൂഷൻ കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഐ തിങ്ക് ഇപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ് നിങ്ങൾക്കൊരു അറിയുന്നില്ല എന്താ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കാര്യത്തിനെ തന്നെ എടുത്തിട്ട് ഓക്കെ അതിനെ എങ്ങനെ ചെയ്യണം എന്നും, അല്ലെങ്കിൽ പല വഴികൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആയിരിക്കും. എന്നിട്ട് ഒരേ കാര്യം തന്നെ ഓക്കെ ഞാൻ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ. സോ എല്ലാം കൂടി ഓവറോൾ നിങ്ങളുടെ മൈൻഡ് കൺഫ്യൂഷനാണ് എനിക്ക് കാണുന്നത്. മൈൻഡ് വളരെയധികം ക്ലൗഡഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് ഞാനിപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പഠിക്കാനുണ്ട്, പല സബ്ജക്ട്സും പഠിക്കാനുണ്ട്. പക്ഷേ TV കാണാം, അല്ലെങ്കിൽ അപ്പുറത്ത് മറ്റു കുട്ടികൾ കളിക്കുന്ന കാണും. നമ്മൾ ആ ഒരു എക്സാമ്പിൾ പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ. സോ നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ അങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെയാണ് ഡിസ്ട്രാക്റ്റ് ആയിട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയോ പല കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ്. പിന്നെ ദിവാസ്വപ്നം കാണുക, ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഡേ ഡ്രീം ചെയ്യുക. ഇവിടെ ഒരു സക്സസിൻ്റെ കാര്യമാണ് മെയിനായിട്ട് കാണുന്നത്. ഓക്കെ, ഞാനിത് പറയാതിരുന്ന എന്തുകൊണ്ട്, ഇതാണ് നിങ്ങളുടെ ആഗ്രഹം, ഇതാണ് നിങ്ങൾക്ക് എന്തോ ജയിക്കാൻ ആഗ്രഹമുണ്ട്. ആക്ച്വലി സക്സസ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ ഫോക്കസ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സക്സസ് വരിക? ഓക്കെ, ബട്ട് നിങ്ങൾക്ക് സക്സസ് വരും എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സ്. അതുകൊണ്ടാണ് ഞാൻ ഈ മാറ്റിവെക്കുന്ന കാര്യം പറയുന്നത്. മേ ബി നിങ്ങൾ ഓവർ അനലൈസിങ് ചെയ്യുക, ചിലപ്പോൾ ഒരു കാര്യത്തിനെ തന്നെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുക, ഓക്കെ, കൂടുതൽ ആലോചിച്ച് കൂട്ടുക. ബട്ട് നിങ്ങളോട് പറയുന്ന യൂണിവേഴ്സ്, ഒരു വഴി ചൂസ് ചെയ്യൂ, ഓക്കെ, ഒരു പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യൂ, ഒരു കാര്യത്തിനെ ആദ്യം എടുക്കൂ. ഓക്കെ, ആദ്യം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യൂ, ഇന്ന കാര്യമാണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആദ്യം ചെയ്യേണ്ടത് എന്താണ്, രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ്, മൂന്നാമത് ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് ഒരു ലിസ്റ്റ് ഇടൂ, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ചെയ്യൂ. ഓക്കെ, ആൻഡ് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെ നല്ലോണം ഒരുപാട് സമയം എടുക്കല്ല, നിങ്ങൾ വേണമെങ്കിൽ എഴുതി നോക്കുക. അതിൽ നിന്ന് ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുക, അതിൽ നിന്ന് ഏതാണ് വേണ്ടത് എന്ന് തീരുമാനം എടുക്കാൻ ശ്രമിക്കുക. ആൻഡ് മനസ്സിനെ ഒന്ന് ഫോക്കസ് കൊണ്ടുവരാം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഓവർ വർക്കായി പോകും. നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഐ തിങ്ക് നിങ്ങൾ മേലെ ഒരുപാട് നിങ്ങൾ തന്നെ പ്രഷറായിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ചെയ്ത് കാണിക്കണം, പ്രൂവ് ചെയ്യണം എന്ന രീതിക്ക് ഒരു ചിന്ത. ഓക്കെ, ഞാനിത് പ്രൂവ് ചെയ്തേ പറ്റൂ, ഞാൻ ചെയ്ത് തീർത്തേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ നല്ല രീതിക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ജയിക്കണം എന്നൊക്കെയുള്ള ചിന്ത. പക്ഷെ അതിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ
ഈ സക്സസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നത് യെസ് നിങ്ങൾക്ക് സക്സസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യം ഒരു ഫോക്കസ് കൊണ്ടുവരൂ ആൻഡ് കുറച്ചൊക്കെ നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യൂ എന്ന രീതിക്ക് കൂടിയാണ്. മാത്രമല്ല നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം അത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ആയിപ്പോവും, നിങ്ങൾ കിടന്നു പോകും. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ തളർന്നു പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ ആയിപ്പോവും. സോ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കുക. ഓക്കെ, നിങ്ങളോട് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് വെക്കൂ ആൻഡ് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കൂ ആൻഡ് അതിൽ ജയിക്കോ ഇല്ലേ എന്നുള്ള ചിന്തകളെ നിങ്ങൾ മാറ്റിവിടൂ. എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ, പെർഫെക്ഷനിസം ചിന്തിക്കേണ്ട. ഓക്കെ, എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം വേണ്ട, ആരുടെയും മുമ്പിൽ ഒന്നും പ്രൂവ് ചെയ്യാനില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിൽ സന്തോഷം കിട്ടുന്ന രീതിയിൽ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കാണ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടത്. ഓക്കെ, അത് ആ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പോൾ ഏത് കാര്യത്തിലെടുത്താലും ശരി, ജോലിയിലായിരിക്കാം, പഠിക്കുന്ന കാര്യത്തിലായിരിക്കാം, വീട്ടിലെ ഫാമിലിയുടെ കാര്യത്തിലായിരിക്കാം, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം, ഏത് കാര്യത്തിലായാലും. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഒന്ന് ഫോക്കസ് വെച്ച് കാര്യങ്ങൾ ചെയ്യൂ ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ചോയ്സസ് ഉണ്ട്, ശരിയാണ്. അതിൽ നിന്ന് ഏത് പാത്താണ് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് ലീഡ് ചെയ്യാൻ നമുക്കറിയില്ല, അതൊന്നാമത്തെ കാര്യം. സോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, വാട്ട് ഡു യു വാണ്ട്, അതൊന്ന് ആദ്യം ആലോചിക്കൂ. ആൻഡ് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ സക്സസ് കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു പ്രഷർ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ചെയ്ത് തീർത്തേ പറ്റൂ, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഓക്കെ, എവിടെയോ കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ മുമ്പിൽ ജയിക്കാൻ, അല്ലെങ്കിൽ ആർക്കും കാണിക്കാനേ എന്ന രീതിക്കല്ല, നിങ്ങൾക്ക് ജയിക്കണം എന്ന രീതിക്കൊക്കെ ചിന്തിച്ചൊക്കെ ചെയ്യുമ്പോൾ അത് എപ്പോഴും നമ്മുടെ മനസ്സിലൊരു പ്രഷറായിട്ട് മാറാൻ തുടങ്ങും. സോ അത് നിങ്ങളെ കൂടുതൽ തകർക്കുകയുള്ളൂ. സോ അതിനെ നിൽക്കാതിരിക്കുക. ഓക്കെ, ഇവിടെ മുന്നോട്ട് ആക്ച്വലി പീസ്ഫുള്ളായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു റിലീഫ് വരുന്നുണ്ട്, ഹോപ്പ് വരുന്നുണ്ട്, മൂവിങ് ഓൺ അതായത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് സ്മൂത്തായിട്ട് പോകുന്ന രീതിക്കാണ്. ഇവിടെ ഒരു സമാധാനം കിട്ടുന്ന പോലെയാണ്, സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് വേൾഡ് കാണുന്നുണ്ട്. കംപ്ലീഷൻ, സക്സസ്, മജീഷ്യൻ, നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ബട്ട് മൈൻഡ് ഇസ് കൺഫ്യൂസ്ഡ്. ഓക്കെ, നിങ്ങളുടെ മനസ്സാണ് കൺഫ്യൂസ്ഡ് ആവുന്നത്. അതിനെ പിടിച്ച് നിർത്താം. ഓക്കെ, കടിഞ്ഞാണിട്ട് പിടിച്ച് നിർത്തുക. ഓക്കെ, ഫോക്കസ് കൊണ്ടുവരിക, ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് വെക്കുക ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നിങ്ങൾ എടുക്കാൻ തന്നെ ഇവിടെ ചിന്തിക്കുന്ന പോലെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ തന്നെ കുറേ ഇങ്ങനെ ഞാൻ ഇത് വേണോ അത് വേണോ ആ കാര്യം ചെയ്യണോ ഇത് ചെയ്യണോ ഒന്ന് ചിന്തിക്കുന്ന പോലെയാണ്. ഏതെങ്കിലും ഒന്ന് തുടങ്ങും, ഏതെങ്കിലും ഒന്ന്, ഇറ്റ്സ് ഫൈൻ, വട്ട് എവർ ഇറ്റ് ഇസ്. ഞാൻ ഇന്നലെയും കൂടി ഏതെങ്കിലും പറഞ്ഞു തോന്നുന്നു, തെറ്റായ വഴിയിൽ നമ്മൾ പോയാലും ഓക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ വേണ്ട സ്ഥലത്തെത്തും. അതങ്ങനെയാണ്, യൂണിവേഴ്സ് നമ്മളെ എത്തിക്കും, പേടിക്കേണ്ട. ഓക്കെ, സോ ഒരു റിസ്ക് എടുത്ത് നമ്മളിപ്പോൾ തെറ്റ് വരും എന്ന് പേടിച്ചിട്ടൊന്നും നിന്നിട്ടൊന്നും കാര്യമില്ല. ചെയ്തു നോക്കൂ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തു നോക്കൂ. ഓക്കെ, ആരോടെങ്കിലും എന്തെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യാനാണോ, എവിടെയെങ്കിലും പോകാനാണോ, യാത്ര പോകാനാണോ, വേറെ എന്തെങ്കിലും വട്ട് എവർ ഇറ്റ് ഇസ്. ഓക്കെ, ഇവിടെ നിങ്ങളോട് ഒരു ആക്ഷൻ എടുക്കാൻ പറയുന്ന പോലെയുണ്ട്. മറ്റുള്ള തീരുമാനം എടുക്കൂ. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ്, നിങ്ങൾ ഒരുപാട് ഓവർ അനലൈസിങ് നിർത്തൂ, കൂടുതൽ ചിന്തിച്ചു കൂട്ടി കൺഫ്യൂഷൻ വേണ്ട. ആൻഡ് അവനവൻ്റെ മേലെ ഓക്കെ താങ്ങാൻ പറ്റുന്നത് മാത്രം എടുത്താൽ മതി, അതിൽ കൂടുതൽ എടുക്കരുത്. ഓക്കെ, വാർണിംഗ് ആണ് യൂണിവേഴ്സിൻ്റെ. അല്ലെങ്കിൽ ഈ ജയിക്കണം എന്നുള്ള ചിന്തയായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ അതും നിങ്ങൾക്കൊരു ബ്ലോക്കേജ് ആയി മാറും. സോ പ്ലീസ് ഡോണ്ട്. ഓക്കെ, വളരെ നിങ്ങൾക്ക് ആലോചിച്ച് തീരുമാനമെടുത്ത് ഫോക്കസ് കൊണ്ടുവന്ന് ഗോ ഹെഡ്. കപ്പാസിറ്റി ടു ലവ്, റിലാക്സേഷൻ, വൺ മോർ കാർഡ് പ്ലീസ്, ആൻഡ് ബി കാൻഡിഡ്. ഓക്കെ, റെവലേഷൻ. ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. ഐ തിങ്ക് ഈ ഒരു കൺഫ്യൂഷൻ മാറും, നിങ്ങളുടെ ഇല്യൂഷൻസ് നിങ്ങൾക്ക് മാറും. ഓക്കെ, മുമ്പിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ ചിന്തിച്ച് കൂട്ടുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ കപ്പാസിറ്റി ടു ലവ് കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങൾക്ക് സ്നേഹത്തോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, അവിടെ നിങ്ങൾക്ക് ആ ഒരു അത്രയും കപ്പാസിറ്റി ഉണ്ട് നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ളത്. ഓക്കെ, എന്നും സ്നേഹം എന്ന് പറയുമ്പോൾ ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആവണമെന്നില്ല, ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ അതിനെ സ്നേഹത്തോടെ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആണ്. ആൻഡ് ഇവിടെ റിലാക്സേഷൻ കാണുന്നുണ്ട്, അല്പം റിലാക്സ് ചെയ്യൂ. ഓക്കെ, മേ ബി ഓക്കെ നിങ്ങൾ ഈ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യൂ എന്നൊരു അഡ്വൈസ് ഇവിടെയും ഉണ്ട്. കുറച്ചൊന്ന് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് കുറച്ച് റിലാക്സ് ചെയ്യൂ, റെസ്റ്റ് ചെയ്യൂ, അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യൂ. ഓക്കെ, കാര്യങ്ങൾ സോ ദാറ്റ് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് മൈൻഡ് ഒന്ന് റിലാക്സ് ആയ ശേഷം തീരുമാനം എടുക്കുക. ആ റിലാക്സേഷൻസ് ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു എല്ലാത്തിനും ഒരു ബ്രേക്ക് എടുക്കും. ഓക്കെ, ബ്രേക്ക് എടുത്തിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഒരു ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇരുന്ന് കുറേ ചിന്തിച്ച് കൂട്ടാനല്ല പറയുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് റിലാക്സ് ആയാൽ തന്നെ, മനസ്സ് ശാന്തമായാൽ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങും. ഓക്കെ, ആൻഡ് ബി കാൻഡിഡ് എന്ന് പറയുന്നുണ്ട്. സോ എവിടെയോ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ഇരിക്കുക. ഓക്കെ, നിങ്ങൾ വേറെ ആർക്കും വേണ്ടി ഒന്നും ആരുടെയും മുമ്പിൽ നിങ്ങളൊന്നും ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളിരിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല രീതിക്ക് മുന്നോട്ട് നടക്കും. ഓക്കെ, സക്സസ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സക്സസ് ഒക്കെ നിങ്ങൾക്ക് വരും, ഡോണ്ട് വറി. ഓക്കെ, സോ അതാണ് ഇന്നത്തെ മെസ്സേജ്. ആൻഡ് യാ, ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.